ഗൈസ് നമ്മളപ്പോൾ ഒരു പുതിയൊരു മെഷീൻ ചെയ്യാനാണ് പോകുന്നത്. ഈ മെഷീൻ എന്ന് വെച്ചാൽ സെയിം നമ്മൾ കഴിഞ്ഞ മെഷീൻ ചെയ്തതുപോലെ തന്നെ റൈഡറിൻ്റെ മെഷീൻ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മളെ ചെക്കനെ എന്തായാലും അവിടെ നിർത്തിയിട്ടുണ്ട്. നൈസായിട്ട് റൈഡറിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന റൈഡർ എന്തോ സാധനം കുക്ക് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് മെയിനായിട്ട് കാര്യം. അതിൻ്റെ ഇടയ്ക്ക് 10 പിന്നി കയറി വരുന്നുണ്ട്. എന്താണാവോ 10 പിന്നി റൈഡറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ CJനെ ടോർച്ചർ ചെയ്യണ പോലെ തന്നെ അതേ സെയിം രീതിയിൽ ഇവരെയും ഈ സ്മോക്കിനെയും അതേപോലെ റൈഡറിനെയൊക്കെ 10 പിന്നി നല്ല രീതിയിൽ ടോർച്ചർ ചെയ്ത് പണിയെടുപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സീനിൽ വ്യക്തമാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ എന്തോ ഒരു ഒബ്ജക്റ്റ് ആൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് അതിൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ പറഞ്ഞിട്ട് മറ്റാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവർ ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനുണ്ട്, ആമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വെപ്പൺസൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ട്രെയിനിൽ നിന്ന് ബെല്ലാസ് ഗ്യാങ്ങാണ് അത് കയറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരേന്ന് അത് ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ അത് റോബറി ചെയ്തെടുക്കാനുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ 10 പിന്നി നമ്മുടെ സ്മോക്കല്ല നമ്മുടെ ഈ പറയുന്ന റൈഡറിനും CJക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം, റൈഡർ ഒരു പണിയും ചെയ്യില്ല, നമ്മൾ CJ തന്നെ ഇതൊക്കെ എല്ലാ ടാസ്കും ചെയ്യേണ്ടി വരും. പക്ഷെ രണ്ടാളും കൂടി പോകണം. അതാണിപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റൈഡർ സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു മെഷീനിലെങ്കിൽ നമ്മുടെ റൈഡർ ഒന്ന് റൈഡ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴും നമ്മൾ തന്നെയാണ് ഇവനെ ഇരുത്തിയിട്ട് ഓടിക്കാറുള്ള വേണ്ടി. അപ്പോൾ എന്തായാലും നടക്കുമെന്നറിയില്ല, നമുക്ക് കണ്ടറിഞ്ഞ് കാണാം വരും മെഷീനുകളിൽ. അപ്പോൾ നമ്മൾ നേരെ ഈ പറയുന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിലത്തെ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യാം. കാരണം ഇതിലത്തെ മ്യൂസിക്കിനും ഇതിലത്തെ ഈ പറയുന്ന റേഡിയോ മ്യൂസിക്കിന് വരെ കോപ്പിറൈറ്റ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ കണ്ടു. അപ്പോൾ നൈസായിട്ട് ഞാൻ ആ സോങ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഓഫ് ചെയ്തിട്ടില്ല. നമുക്ക് നൈസായിട്ട് വണ്ടി കയറുമ്പോൾ ഞാൻ ഓഫ് ചെയ്തതെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും ഒരു വെപ്പൺ സെലക്ട് ചെയ്യാം. ഒരു ഡിസേർട്ട് ഈഗിൾ എടുത്തിട്ടുണ്ട്. ഡിസേർട്ട് ഈഗിൾ നല്ലൊരു വെപ്പണാണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ഗെയിമിലത്തെ പോലെ അല്ല, സാധാരണ ഒറ്റടിക്ക് ഡെത്ത് വരേണ്ടതാണ്. നമുക്കെന്തായാലും ഈ മെഷീൻ വെറുതെ കൊണ്ട് കളയാക്കണ്ട എന്ന് വിചാരിക്കാം. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ബെല്ലാസ് ഗ്യാങ് കൂടി വരാനുണ്ട്. ഒരു കാറ് നിറച്ച് ബെല്ലാസ് ഗ്യാങ് കൂടി വരാനുണ്ട്. അവരെയും കൂടി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രെയിനിൽ നിന്ന് ആ ഒരു എമോ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വെപ്പൺ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നൈസായിട്ട് വിടാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മേലെ കയറി നൈസായിട്ട് വണ്ടി മൂവ് ചെയ്യേണ്ടി. ഇത് ഒരിക്കലും CJ എക്സ്പെക്റ്റ് ചെയ്തതല്ല. അവൻ നൈസായിട്ട് എടുത്ത് ട്രക്കിൽ വെച്ച് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈഡർ നമ്മുടെ ഗ്രോസ് ഗ്യാങ്ങിത്തെ ഒരാളെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചിട്ട് നമ്മുടെ എമോസും കാര്യങ്ങളൊക്കെ നമ്മൾ എറിഞ്ഞു കൊടുക്കുക ചെയ്യണേ. അപ്പോൾ എറിഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഫൈറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എയിമിനനുസരിച്ചിട്ട് പവർ ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എറിഞ്ഞെറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇനി 3 കൂടി കളക്ട് ചെയ്താൽ മതി. ഓക്കെ, ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നൈസായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ തന്നെ ഓക്കെ 3 ലെവൽ വണ്ടർ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ലോഡ് പോലീസുകാർ നമ്മുടെ ക്രോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കും. പക്ഷേ ഈ ഒരു ഗെയിമിൽ സാധാരണ നമ്മൾ കളിക്കുന്ന സറണ്ടേഴ്സിന് ഇതിന് കുറച്ചെങ്കിലും ഡിഫറൻസ് ആക്കുന്നത് പറയുമ്പോൾ ഇതിൽ നന്നായിട്ട് പുൾ ഓവർ നടക്കുന്നുണ്ട്. കോപ്സ് നല്ല രീതിയിൽ ഇതിൽ പുൾ ഓവർ നടക്കും. ബാക്കിയുള്ള സാധാരണ നോർമൽ സറണ്ടേഴ്സിലാണെങ്കിൽ അങ്ങനെ കൊണ്ട് പുൾ ഓവറും കാര്യങ്ങളും ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ വണ്ടി എങ്ങാനും ഒന്ന് സഡനായിട്ട് നിന്ന് പോയാലും ജസ്റ്റ് ഒന്ന് അവർ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവിടെ നിന്നിട്ടൊക്കെയാണ് അവർ ഈ പറയുന്ന കോപ്സൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും പെയിൻറ്റ് ഷോപ്പിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആ വാർഡ് ലെവലൊക്കെ ക്ലിയർ ചെയ്യണം.
അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ സാൻഡ്രസിലാണെങ്കിൽ നല്ല രീതിയിൽ പുൾ ഓവർ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വാട്ടർ ലെവലായിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടുകയാണെങ്കിൽ വഴി പോണ പോലീസുകാരൊക്കെ വന്നിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഒന്നുകൂടി ഈ അറസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് കൂടിയിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്തെന്ന് തോന്നുന്നുണ്ട് ഇതിത്തെ കോപ്സിനെ. അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഒന്ന് പെയിൻറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി ഗെയിമാണല്ലോ, ഇതിൽ എത്തിക്കും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നേരെ നമ്മൾ ക്രോസ് ടിക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ കയറി. അപ്പോൾ റൈഡറിന് ഈ പറഞ്ഞ പോലെ റൈഡറിൻ്റെ മെഷീനും മൊത്തം ഈ പറയുന്ന എമോ, ഗണ്ണ്, വെപ്പൺസ് ഇതൊക്കെ റോബർ ചെയ്യാനുള്ള മെഷീൻസാണ് കേട്ടോ. കണ്ട മെഷീൻസ് ഇപ്പോൾ ചെയ്തെല്ലാതും ആ ഒരു ലൈനിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെഷീൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു മെഷീന് വേണ്ടി കാണുന്നവരെ ബൈ.